ഹായ് ഗെയ്സ്, അപ്പം ഞാനും എൻ്റെ കുറുമ്പന്മാരും കൂടെ ഇന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോകാനായിട്ട് റെഡിയാവാം. പ്രത്യേകിച്ച് റെഡിയാവാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു പൗഡർ ഇടുക, പൊട്ടിടുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചൂട് സമയം കൂടാണ്ട് മുടി വാരി പിടിച്ചും കെട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുടി അഴിച്ചൊക്കെ ഇടാറുണ്ട്. ഇതിപ്പോൾ അതില്ല, കാരണം അന്തം വിട്ട ചൂടാണ്. അതിൻ്റെ കൂടെ മുടിയും കൂടെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു, എന്തൊരു ചൂടാ! ഫാനിൻ്റെ കീഴിലെങ്ങാനും ഫുൾ ടൈം ഇരുന്ന ഒരിച്ചിരി ആശ്വാസമുണ്ട്. അതിനടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്തതുപോലെ. ഇതിനിടയിൽ പറയാൻ വിട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു 1K ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഏതാണ്ട് ഒരു 3 വർഷത്തോളമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് ഡ്രോപ്പ് ആയെങ്കിലും ഇപ്പോൾ വീണ്ടും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും 1K ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പ്രതീക്ഷകളോടെ തുടങ്ങിയ ഒരു ചാനലാണ് ഞാനിത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇപ്പോഴത്തെ വെയിലിനെ കുട പിടിക്കണം. വീഴല്ലേ, ഞാൻ പറഞ്ഞു പിടിക്കാന്ന്. ഈ എരിപൊരി വെയിലത്ത് നടരാജൻ വണ്ടിയിൽ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? അമ്പാടിയുടെ സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവൻ്റെ യൂണിഫോമും ടെക്സ്റ്റും ഒക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് തന്നെ ചെന്ന് വാങ്ങണം, ഒരു സമയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ പോയി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ എരിപൊരി വെയിലത്ത് ഇങ്ങനെ നടന്ന് പോകുന്നത്. 10 മണി തൊട്ട് 12 മണി വരെയാണ് യൂണിഫോം കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതേടാ 11 മണിക്കാണ് എന്നാ ഞാൻ വിചാരിച്ചത്. കുറച്ച് സമയത്തേക്ക് ക്യാമറമാൻ്റെ ഡ്യൂട്ടി അമ്പാടിയെ ഞാൻ ഏൽപ്പിച്ചു. വേറൊന്നിനുമല്ല, നമ്മുടെ ഈ ഫുൾ ഡ്രസ്സൊക്കെ ഒന്ന് എല്ലാവരും കാണണ്ടേ. നല്ല തണലും കാറ്റും. ഓടണ്ട ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട. അത് കുട്ടോ എവിടെ പോവാ നമ്മളാ? ആരുടെ കൂളിലടാ? എന്തിനാ അമ്പാടിന്റെ കൂളി പോന്നേ? ചുമ്മാതെയൊന്നും കൂളി പൊയ്ക്കൂടാ. അതുപോലെ അടിയരട്ടാടാ ചട്ടമ്പി. രണ്ട് മൂന്ന് വഴിയുണ്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഇതാകുമ്പോൾ വയലിൻ്റെ കരയിൽ കൂടെയാണ്. അപ്പോൾ അത്യാവശ്യം തണലൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവൻ്റെ സ്കൂളിൽ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. അവൻ സ്കൂൾ വണ്ടിയിലല്ല, നടന്നാട്ടോ പോകുന്നത്. വേറൊന്നുമല്ല, അടുത്താണ് സ്കൂള്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ വണ്ടിയിലായിരിക്കും. കാരണം അതുവിനെയും കൂടെ സ്കൂളിലാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്, പ്ലേ ക്ലാസ്സിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോവും. എല്ലാവരും കാണണേന്ന് പറ. ഇങ്ങോട്ട് വാ, സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ ചാനൽ. നീ പറയടാ അമ്പാടി, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. അതിനറിയൂല്ലേ പറയേ? വലിയ കൊച്ചായില്ലേ അതോ? ഗൈസ്, ഒരു പോത്ത്, ഞങ്ങൾ സ്ഥിരം കാണുന്ന പോത്താണ് ഗൈസ് അത്. അമ്പാടിയെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്ഥിരം ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു പോത്താണത്, അല്ലേ? അതോ പോത്തെവിടെ? പോത്ത് ഞങ്ങളെ തന്നെ നോക്കുകയാണ് ഗൈസ്. നമ്മളെപ്പോഴും സ്കൂളിൽ പോകുന്നത് ഇത് വഴിയാണേ. അപ്പോഴെല്ലാം ഇതിവിടെ കാണും. നമ്മളെ കാണുമ്പോഴേ ഇങ്ങനെ നോക്കും. വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എൻ്റെ മുഖത്തോട്ട് നോക്കി അറിയാം നിങ്ങൾക്ക് എത്രമാത്രം വെയിലടിക്കുന്നെന്ന്. പിന്നെ കുടയൊന്നും ചുമന്നുകൊണ്ട് വരാഞ്ഞതാ. കുടയും ഫോണും ബാഗും എല്ലാം കൂടെ ചുമക്കാൻ വയ്യത്തുണ്ട്. കാരണം 3 കുട എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഞാൻ ചുമക്കേണ്ടി വരും അവസാനം. അതുകൊണ്ട് ഒരു കൊച്ചു കുട മാത്രം എടുത്താൽ അത് അതുവിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ബാക്കി ഞങ്ങൾ എരിപൊരി വെയിലത്ത് മിക്കവാറും തിരിച്ചു വരുമ്പോഴത്തേന് കരിക്കട്ടയാവുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. നിറഞ്ഞ സ്നേഹമോ മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നിന്നു നിറനീല രാവിലെ. ഭയങ്കര വെയിലല്ലേ അതു? അപ്പോൾ ഒരു നീണ്ട പ്രയാണത്തിന് ശേഷം ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും തിരികെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. കാരണം ഇത്തിരി ലോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ.